സ്നേഹമുള്ളവരെ, ഈശോമിശിഹായിൽ സ്നേഹവന്ദനം. ജെജലോഗോസ് 316 നിന്നും ഇത് ജോസഫ്. പ്രഭാഷകൻ 38 അധ്യായത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരൽപ്പനേരം നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. കർത്താവ് ഈശോയെ, ലോഗോസ് ബൈബിൾ ക്രിസ്ത്യനായി തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ പരിശ്രമങ്ങളെ ആശീർവദിക്കണമേ. പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ രൂപപ്പെടുത്തണമേ. അവയെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുന്ന ഇടമാക്കണമേ. അങ്ങയുടെ സ്നേഹവും ജ്ഞാനവും കണ്ടെത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമേ. ആമേൻ. പ്രഭാഷകൻ 38 ഒരു ആമുഖം. പ്രഭാഷകൻ 38 അധ്യായത്തിൽ വൈദ്യന്മാരുടെ പങ്കിനെയും വിവിധ തൊഴിലുകളുടെ പ്രാധാന്യത്തെയും കുറിച്ച് പ്രത്യേകം പറയുന്നു. വൈദ്യന്മാരെ ബഹുമാനിക്കുന്നതിൻ്റെ പ്രാധാന്യം രചയിതാവ് ഊന്നി പറയുന്നു. കാരണം അവർ ജീവൻ സുഖപ്പെടുത്തുന്നതിലും സംരക്ഷിക്കുന്നതിലും നിർണായക പങ്കുവഹിക്കുന്നു. സമൂഹത്തിൻ്റെ പ്രവർത്തനത്തിന് സംഭാവന നൽകുന്ന വൈവിധ്യമാർന്ന കഴിവുകളും വൈദഗ്ധ്യവും ഉയർത്തിക്കാട്ടുന്ന കരകൗശല വിദഗ്ധർ, കൊത്തുപണിക്കാർ, പണ്ഡിതന്മാർ തുടങ്ങിയ മറ്റ് തൊഴിലുകളുടെ സംഭാവനകളും ഈ അധ്യായം അംഗീകരിക്കുന്നു. മൊത്തത്തിൽ പ്രഭാഷകൻ 38 വിവിധ തൊഴിലുകളോടുള്ള ആദരവ് പ്രോത്സാഹിപ്പിക്കുകയും സമൂഹത്തിൻ്റെ പുരോഗതിക്ക് സംഭാവന ചെയ്യുന്നവരുടെ മൂല്യങ്ങളും പരിശ്രമങ്ങളും തിരിച്ചറിയേണ്ടതിൻ്റെ പ്രാധാന്യം അടിവരയിടുകയും ചെയ്യുന്നു. ചോദ്യോത്തരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, പ്രഭാഷകൻ 38:1 ആരെ ബഹുമാനിക്കുക എന്നാണ് പറയുന്നത്? ആരെ ബഹുമാനിക്കുക എന്നാണ് പ്രഭാഷകൻ 38:1 നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ ഉത്തരം വൈദ്യനെ ബഹുമാനിക്കുക എന്നാണ് നമ്മൾ അവിടെ കേൾക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ആരാണ് വൈദ്യനെ നിയോഗിച്ചത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ആരാണ് വൈദ്യനെ നിയോഗിച്ചത്? ഉത്തരം കർത്താവ്. പ്രഭാഷകൻ 38:1 പറയുന്നു, കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചത്. മൂന്നാമത്തെ ചോദ്യം പൂരിപ്പിക്കുക. വൈദ്യൻ്റെ ജ്ഞാനം ഡാഷിൽ നിന്ന് വരുന്നു. പ്രഭാഷകൻ 38:2 അനുസരിച്ച് വൈദ്യൻ്റെ ജ്ഞാനം ഡാഷിൽ നിന്ന് വരുന്നു. എവിടെ നിന്നാണ് വൈദ്യൻ്റെ ജ്ഞാനം വരുന്നത് എന്നാണ് 38:2 പറയുന്നത്. അത്യുന്നതനിൽ നിന്ന് എന്നാണ് അതിൻ്റെ ഉത്തരം. നാലാമത്തെ ചോദ്യം, ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത്? നാലാമത്തെ ചോദ്യം ഇതാണ്, ആരാണ് വൈദ്യനെ സമ്മാനിക്കുന്നത്? അതിൻ്റെ ഉത്തരം രാജാവ്. പ്രഭാഷകൻ 38:2 രാജാവാണ് വൈദ്യനെ സമ്മാനിക്കുന്നത്. 38:2 പറയുന്നു. അഞ്ചാമത്തെ ചോദ്യം, വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്ത്? ഇതാണ് അഞ്ചാമത്തെ ചോദ്യം. വൈദ്യനെ ഉന്നതനാക്കുന്നത് എന്ത്? അതിൻ്റെ ഉത്തരം അവൻ്റെ വൈഭവമാണ് ഉന്നതനാക്കുന്നത്. പ്രഭാഷകൻ 38:3. ആറാമത്തെ ചോദ്യം, ബുദ്ധിയുള്ളവൻ അവയെ അവഗണിക്കുകയില്ല. പ്രഭാഷകൻ 38:3 ഏവയെ, എന്തിനെയാണ് ബുദ്ധിയുള്ളവൻ അവഗണിക്കില്ല എന്ന് പറയുന്നത്? പ്രഭാഷകൻ 38:3. അതിൻ്റെ ഉത്തരം കർത്താവ് ഭൂമിയിൽ നിന്ന് സൃഷ്ടിച്ച ഔഷധങ്ങളെ. ഏഴാമത്തെ ചോദ്യം, കർത്താവ് വെള്ളത്തെ എന്തുകൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ എന്നാണ് പ്രഭാഷകൻ 38:5 ചോദിക്കുന്നത്. എന്തുകൊണ്ട് മധുരീകരിച്ച് തൻ്റെ ശക്തി വെളിപ്പെടുത്തിയില്ലേ എന്നാണ് ചോദ്യം. ഉത്തരം തടിക്കഷ്ണം കൊണ്ടാണ് വെഞ്ചരിച്ചത്, അല്ലെങ്കിൽ അതിനെ നല്ല രീതിയിലാക്കിയത്. പ്രഭാഷകൻ 38:5 സമാനമായ പഴയ നിയമഭാഗം ഏത്? എട്ടാമത്തെ ചോദ്യം, പ്രഭാഷകൻ 38:5 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഇപ്പോൾ നാം കേട്ട വചനം, അതിന് സമാന വചനഭാഗം. ഉത്തരം പുറപ്പാട് 15:23-25. പുറപ്പാട് 15:23-25 വാക്യങ്ങൾ. ഒമ്പതാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ അത്ഭുതങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് മനുഷ്യർക്ക് നൽകിയത് എന്ത്? മനുഷ്യൻ്റെ അത്ഭുതങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് അവിടുന്ന് അല്ലെങ്കിൽ കർത്താവ് മനുഷ്യർക്ക് നൽകിയത് എന്ത് എന്നാണ് ചോദ്യം. ഉത്തരം സിദ്ധികൾ. പ്രഭാഷകൻ 38:6 സിദ്ധികൾ. പത്താമത്തെ ചോദ്യം, അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഏതു മുഖേന? അത് മുഖേന അവൻ വേദന അകറ്റുകയും രോഗം സുഖമാക്കുകയും ചെയ്യുന്നു. ഏതു മുഖേന? ഉത്തരം
കർത്താവ് നൽകിയ സിദ്ധികൾ മുഖേന. പ്രഭാഷണം 38:6-7. 11ാമത്തെ ചോദ്യം, ഭൂമുഖത്ത് അവിടുന്ന് വ്യാപിപ്പിക്കുന്നത് എന്ത്? അതാണ് 11ാമത്തെ ചോദ്യം. ഭൂമുഖത്ത് അവിടുന്ന് വ്യാപിപ്പിക്കുന്നത് എന്ത്? ഉത്തരം ആരോഗ്യം. പ്രഭാഷണം 38:8. ആരോഗ്യമാണ് അവിടുന്ന് വ്യാപിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, രോഗം വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? 12ാമത്തെ ചോദ്യം, രോഗം വരുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ? അതിൻ്റെ ഉത്തരം ഉദാസീനനാകാതെ പ്രാർത്ഥിക്കണം. പ്രഭാഷണം 38:9. ഉദാസീനനാകാതെ. 13ാമത്തെ ചോദ്യം, പൂരിപ്പിക്കുക. നീ തെറ്റുകൾ തിരുത്തി നേരായ മാർഗത്തിലേക്ക് തിരിയുകയും ഡാഷിൽ നിന്ന് പാപം കഴുകിക്കളയുകയും ചെയ്യുക. പ്രഭാഷണം 38:10. എവിടെ നിന്നാണ് പാപം കഴുകിക്കളയേണ്ടത്? ഇവിടെ ഈ സെൻറ്റൻസ് അല്ലെങ്കിൽ ഈ വാക്യം അനുസരിച്ച് ഹൃദയത്തിൽ നിന്ന് പാപം കഴുകിക്കളയും എന്നാണ് നമ്മൾ 38:10 വായിക്കുന്നത്. 14ാമത്തെ ചോദ്യം, കഴിവിനൊത്ത് എണ്ണ പകരേണ്ടത് എന്തിലാണ് കഴിവിനൊത്ത് എണ്ണ പകരേണ്ടത് എന്നാണ് നമ്മൾ ഈ പ്രഭാഷണം 38 വായിക്കുന്നത്. 14ാമത്തെ ചോദ്യം, അതിൻ്റെ ഉത്തരം കാഴ്ച വസ്തുക്കളിൽ. പ്രഭാഷണം 38:11. കാഴ്ച വസ്തുക്കളിൽ. 15ാമത്തെ ചോദ്യം, കർത്താവാണ് വൈദ്യനെ നിയോഗിച്ചത് എന്ന് പ്രഭാഷണം 18 അധ്യായത്തിൽ എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? കർത്താവാണ് അവനെ നിയോഗിച്ചത് എന്ന് നമ്മൾ എത്ര പ്രാവശ്യം വായിക്കുന്നുണ്ട്? 38ാം അധ്യായത്തിൽ. ഇതാണ് 15ാമത്തെ ചോദ്യം. ഉത്തരം 2 പ്രാവശ്യം. പ്രഭാഷണം 38:1-ലും പ്രഭാഷണം 38:12-ലുമാണ് നമ്മളിത് വായിക്കുന്നത്. 16ാമത്തെ ചോദ്യം, പ്രഭാഷണം 38:15 അനുസരിച്ച് വൈദ്യസഹായം തേടേണ്ടി വരുന്നത് ആർക്കാണ്? എന്നാണ് പ്രഭാഷണം 38:15 പറയുന്നത്. അതിൻ്റെ ഉത്തരം സൃഷ്ടാവിൻ്റെ മുമ്പിൽ പാപം ചെയ്യുന്നവന്. അടുത്ത ചോദ്യം 17, മരിച്ചവൻ്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കുക എന്നാണ് പ്രഭാഷണം 38:16 പറയുന്നത്. മരിച്ചവൻ്റെ മൃതദേഹം എങ്ങനെ സംസ്കരിക്കുക എന്നാണ് പ്രഭാഷണം 38:16 പറയുന്നത്. അതിൻ്റെ ഉത്തരം സമർഹമായി എന്നാണ് പറയുന്നത്. അടുത്ത ചോദ്യം പൂരിപ്പിക്കുക. 18, നിന്റെ കരച്ചിൽ വേദനാപൂർണവും ഡാഷ് തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. പ്രഭാഷണം 38:17. നിന്റെ കരച്ചിൽ വേദനാപൂർണവും ഡാഷ് തീക്ഷ്ണതയുള്ളതും ആയിരിക്കട്ടെ. ഉത്തരം വിലാപം തീക്ഷ്ണതയുള്ളത് ആയിരിക്കട്ടെ. 19ാമത്തെ ചോദ്യം, മരണത്തിൽ കലാശിക്കുന്നത് എന്ത്? അതാണ് അടുത്ത ചോദ്യം. 19ാമത്തെ ചോദ്യമാണ്, മരണത്തിൽ കലാശിക്കുന്നത് എന്ത്? ഉത്തരം ദുഃഖം. പ്രഭാഷണം 38:18 അനുസരിച്ച് ദുഃഖം ആണ്. അടുത്ത ചോദ്യം 20, ദരിദ്രൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ് എന്നാണ് 20ാമത്തെ ചോദ്യം. ദരിദ്രൻ്റെ ജീവിതം എങ്ങനെയുള്ളതാണ്? അതിൻ്റെ ഉത്തരം ഹൃദയഭാരം നിറഞ്ഞതാണ്. പ്രഭാഷണം 38:19. ഹൃദയഭാരം നിറഞ്ഞതാണ്. 21ാമത്തെ ചോദ്യം, എന്തിനെ ഓർത്ത് ദുഃഖത്തെ അകറ്റിക്കളയുക എന്നാണ് പ്രഭാഷണം 38:20 പറയുന്നത്. എന്തിനെ ഓർത്ത് ദുഃഖത്തെ അകറ്റിക്കളയുക എന്നാണ് പ്രഭാഷണം 38:20 പറയുന്നത്. അതിൻ്റെ ഉത്തരം ജീവിതാന്തം ഓർത്ത്. 22ാമത്തെ ചോദ്യം, പ്രഭാഷണം 38:21 അസാധ്യമെന്ന് ഓർക്കേണ്ടത് എന്താണ്? പ്രഭാഷണം 38:21 അസാധ്യമെന്ന് ഓർക്കേണ്ടത് എന്താണ്? ഉത്തരം തിരിച്ചുവരവാണ് സാധ്യം എന്ന് ഇവിടെ പറയുന്നു. 23, എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. അധ്യായവും വാക്യവും സൂചിപ്പിക്കുക. എൻ്റെ അവസാനം അനുസ്മരിക്കുക, നിൻ്റേതും അപ്രകാരം തന്നെ. ഇന്നലെ ഞാൻ, ഇന്ന് നീ. പ്രഭാഷണം 38:22 പ്രഭാഷണം 38:22. 24ാമത്തെ ചോദ്യം, പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? പണ്ഡിതൻ്റെ വിജ്ഞാനം എന്തിനാണ് ആശ്രയിച്ചിരിക്കുന്നതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം വിശ്രമത്തെ.
വിശ്രമത്തെ ആശ്രയിച്ചിരിക്കുന്നു. പ്രഭാഷണം 38 25 ചോദ്യം പൂരിപ്പിക്കുക. ഡാഷ് ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. പ്രഭാഷണം 24 ഡാഷ് ഒഴിഞ്ഞാലേ ജ്ഞാനം ലഭിക്കൂ. ഉത്തരം വ്യഗ്രതകൾ ഒഴിഞ്ഞാലേ. വ്യഗ്രതകൾ. അടുത്ത ചോദ്യം 26 പ്രഭാഷകൻ 38 പരാമർശിക്കാത്തത് ഏത്? സ്വർണ്ണപ്പണിക്കാരൻ, കുശവൻ, കലപ്പ പിടിക്കുന്നവൻ, ഇരുമ്പ് പണിക്കാരൻ. ഇതിൽ പ്രഭാഷണം 38 കാണാത്തത് ഏതാണ്? ഉത്തരം സ്വർണ്ണപ്പണിക്കാരൻ. സ്വർണ്ണപ്പണിക്കാരൻ എന്ന് നമ്മൾ 38 വായിക്കുന്നില്ല. അടുത്ത ചോദ്യം 27 ചോദ്യം കുശവൻ കളിമണ്ണ് കുഴച്ച് പാകമാക്കുന്നത് എന്തുകൊണ്ട്? കുശവൻ കളിമണ്ണ് കുഴച്ച് പാകമാക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് 27 ചോദ്യം. കുശവൻ കളിമണ്ണ് കുഴച്ച് പാകമാക്കുന്നത് എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം കാലുകൊണ്ട്. പ്രഭാഷണം 38 കാലുകൊണ്ടാണ് അവന് അത് കുഴച്ച് പാകമാക്കുന്നത്. 28 ചോദ്യം പ്രഭാഷണം 33 പരാമർശിക്കപ്പെടുന്നത് തിരഞ്ഞെടുക്കുക. ഉഴവുചാലുകൾ, പൗരസമിതികൾ, ഭവനങ്ങൾ, തൊഴിൽശാലകൾ. ഇതിലേതാണ് പ്രഭാഷണം 33 പരാമർശിക്കപ്പെടുന്നത്? ഉത്തരം പൗരസമിതികൾ. പൗരസമിതികളാണ് അവിടെ പരാമർശിക്കപ്പെടുന്നത്. അടുത്ത ചോദ്യം 29 പ്രഭാഷണം 38-34 അവർ നിലനിർത്തുന്നത് എന്ത്? പ്രഭാഷകൻ 38-34 അവർ നിലനിർത്തുന്നത് എന്ത്? അവർ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജോലിക്കാർ, പ്രൊഫഷണൽസ്. അവർ നിലനിർത്തുന്നത് ലോകത്തിൻ്റെ ഘടന. ലോകത്തിൻ്റെ ഘടന. 30 ചോദ്യം പ്രഭാഷണം 38 എത്ര വാക്യങ്ങളുണ്ട്? പ്രഭാഷണം 38 എത്ര വാക്യങ്ങളുണ്ട് എന്നുള്ളതാണ് 30 ചോദ്യം. അവസാനത്തെ ചോദ്യമാണിത്. എത്ര വാക്യങ്ങളുണ്ട്? ഓർത്തിരിക്കുക. പ്രഭാഷണം 38 34 വാക്യങ്ങളുണ്ട്. എൻ്റെ ഉത്തരം 34 വാക്യങ്ങളാണ് പ്രഭാഷണം 38 നമ്മൾ ഈ അധ്യായത്തിൽ വൈദ്യന്മാരെക്കുറിച്ചൊക്കെയാണ് പ്രത്യേകമായിട്ട് കൂടുതലായിട്ട് കേൾക്കുക. വചനങ്ങൾ, ഭാഗങ്ങൾ, ആ വിഭാഗത്തെല്ലാം വൈദ്യനെക്കുറിച്ചാണല്ലോ പറയുന്നത്. ഹോപ്പ് യു ഹാവ് എൻജോയ്ഡ് ദിസ് ക്വിസ്. പ്രഭാഷണം 38 ഉൾക്കാഴ്ചകൾ. പ്രഭാഷണം 38 വിവിധ തൊഴിലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള പാഠങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വൈദ്യന്മാർ, പണ്ഡിതന്മാർ, കരകൗശല വിദഗ്ധർ എന്നിവരുടെ റോളുകൾ എടുത്ത് കാണിക്കുന്നു. തൻ്റെ കഴിവുകളും അറിവും മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് ഉപയോഗിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ അധ്യായം ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം യഥാർത്ഥ രോഗശാന്തിയും ജ്ഞാനവും ദൈവത്തിൽ നിന്നാണ് വരുന്നതെന്ന് അംഗീകരിക്കുന്നു. ആത്യന്തികമായി ഇത് ഉത്സാഹത്തോടെയുള്ള ജീവിതത്തെയും കരകൗശലത്തോടുള്ള ആദരവിനെയും ജ്ഞാനം നേടാനുള്ള പ്രതിബദ്ധതയെയും പ്രോത്സാഹിപ്പിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പ്രഭാഷണം 38 വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉൾക്കാഴ്ചകൾ. നുറുങ്ങുകൾ. പ്രഭാഷണം 38 ശ്രദ്ധയോടെ വായിക്കാൻ കേന്ദ്രീകൃത സമയം നീക്കിവെച്ചുകൊണ്ട് ആരംഭിക്കുക. ഓരോ വാക്യവും സാവധാനത്തിലും ശ്രദ്ധയോടെയും വായിക്കുക. ഖണ്ഡികയിൽ പരാമർശിച്ചിരിക്കുന്ന വ്യത്യസ്ത തൊഴിലുകളുടെ വിവരണങ്ങൾ ശ്രദ്ധിക്കുക. പ്രധാന പോയിന്റുകൾ, ആവർത്തിച്ചുള്ള തീമുകൾ, നിങ്ങളുടെ വായനയ്ക്കിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങളോ ഉൾക്കാഴ്ചകളോ എന്നിവയിൽ കുറിപ്പുകൾ എടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. നമ്മുടെ വചന പ്രഘോഷണ രീതിയിൽ സബ്സ്ക്രിപ്ഷൻ ഒത്തിരി അത്യാവശ്യമാണല്ലോ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇത് പങ്കുവയ്ക്കുക. ഇത് വീണ്ടും ലൈക്ക് ചെയ്യുക. വീണ്ടും ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. അങ്ങനെ എല്ലാവിധ ആശംസകളും നേരുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.